രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. കണ്ണൻ നായർ പത്തനംതിട്ടയിൽ നിന്ന് റിമാൻഡ് ചെയ്യുന്നുണ്ട്. 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരം വരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാജരാക്കിയിരുന്നു. 14 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുകയാണ്. അനന്തൻ, രാഹുൽ ജയിലിലേക്കാണ്. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുക. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനല്ല. കാരണം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയതാണ്. ശക്തമായ വാദം, മുൻ കേസുകളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് രാഹുലിന്റെ രീതികൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉറപ്പായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് റിമാൻഡിൽ തന്നെ കലാശിക്കും. അതിന് ഏത് ജയിലിലേക്കാണ് എന്ന് നോക്കിയാൽ മതി. മാത്രമല്ല, ഇനി ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ കോടതി പരിഗണിക്കും എന്നുള്ളതും, ഓപ്പൺ കോർട്ടിൽ എപ്പോഴാണ് പരിഗണിക്കുക എന്നുള്ളതും ഈ കോടതിയിൽ ഇനി അറിയാനുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് ഈ അറസ്റ്റ് മെമ്മോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. രാഹുൽ ഇത് സമാനമായ കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 3ാമത്തെ കേസാണ്. മാത്രമല്ല, മൊഴി കിട്ടാത്ത പരാതികൾ നിരവധി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് പോലീസിൽ അത്തരം പരാതികൾ നേരത്തെ തന്നെ വന്നതാണ്. പക്ഷേ ആരും മൊഴി നൽകാത്തതുകൊണ്ട് അത് കേസായില്ല എന്ന് മാത്രം. അപ്പോൾ ഇയാൾ സ്ഥിരമായി സമാനമായ രീതിയിൽ ഇപ്പോൾ വന്ന 3 കേസ് നോക്കൂ. ഈ 3 കേസുകളിലും ഒരേ രീതിയിലുള്ള അതിക്രമമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം നൽകുക, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറയുക, ഗർഭം ധരിപ്പിക്കുക, അതിനുശേഷം ഗർഭഛിദ്രം നിർബന്ധിച്ച് നടത്തിക്കുക, കൈയൊഴിയുക, പിന്നീട് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടുതൽ വന്നാൽ മാനഹാനി ഉണ്ടാക്കി അവരെ അവഹേളിക്കുക എന്നുള്ള നടപടിയിലേക്കും പോകും. അപ്പോൾ പലരും ഇയാൾ വലിയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്, MLA ആണ് എന്നൊക്കെയുള്ള അയാളുടെ പവർ കണ്ടുകൊണ്ട് അതിൽ ഒരുപക്ഷെ തങ്ങൾക്കെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയം മൂലം പരാതി നൽകാതിരുന്ന ആൾക്കാരുണ്ട്. അതിനൊപ്പം തന്നെ പുറത്തറിഞ്ഞാൽ മോശമാകുമെന്ന് പറഞ്ഞ് വിചാരിച്ച് പരാതി നൽകാത്തവരുണ്ട്. അപ്പോൾ അത് പരാതികൾ വൈകിയത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും 2 വകുപ്പുകൾ പ്രധാനപ്പെട്ട IPC 376, 506 കൂടുതൽ വിശദാംശങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ആ അറസ്റ്റ് മെമ്മോയുടെ വിശദാംശങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് മാറ്റുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, മാവേലിക്കര സബ് ജയിലിലേക്കായിരിക്കും മാറ്റുന്നത്. 14 ദിവസം റിമാൻഡ്. എന്താണ് അറിയുന്നത്? പുതിയ വിവരങ്ങൾ. ഇതുപോലെ ഓപ്പൺ